പാടും ഞാനെന്നകതാരിൽ അനുദിനം വാഴും ശ്രീയേശുവിന് ഒരു കേടും കൂടാതെന്നെ പാലിക്കും നാഥനെ പാടി സ്തുതിക്കും എന്നും. ഒരു കേടും കൂടാതെന്നെ പാലിക്കും നാഥനെ പാടി സ്തുതിക്കുമെന്നും. പാടും ഞാനേശുവിന് ജീവൻ പോവോളം നന്ദിയോടെ, ജീവൻ പോവോളം നന്ദിയോടെ. കാട്ടൊലിവിൻ ശാഖ ആയിരുന്ന എന്നിൽ നല്ല ഫലം നിറപ്പാൻ അവൻ വേട്ടീണ ചെന്നെ നല്ലൊലിവിൻ തരൂ ഓടാതു ചിന്തി ചെന്നും. അവൻ വേട്ടീണ ചെന്നെ നല്ലൊലിവിൻ തരൂ ഓടാതു ചിന്തി ചെന്നും. പാടും ഞാനേശുവിന് ജീവൻ പോവോളം നന്ദിയോടെ, ജീവൻ പോവോളം നന്ദിയോടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നല്ല ഒരു പകൽക്കാലം കൂടെ കർത്താവ് നമുക്ക് ദാനമായി നൽകി. കർത്താവിനെ സ്നേഹിപ്പാനും കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിപ്പാനും ദൈവം നമുക്ക് വീണ്ടും അവസരങ്ങളെ നൽകിയല്ലോ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ കൃപ അനുഭവിപ്പാൻ ഒരു യോഗ്യതയുമില്ലായിരുന്നു. അങ്ങനെയുള്ള നമ്മയാണ് അവൻ വീണ്ടെടുത്തത്. അതുകൊണ്ട് പാട്ടുകാരൻ പറയുന്നത്, ജീവൻ പോകുവോളം നന്ദിയോടെ കർത്താവിനെ ഞാൻ സ്തുതിക്കും. എൻ്റെ ഉള്ളിൽ വസിക്കുന്ന കർത്താവിനെ ഞാൻ എല്ലാ ദിവസവും പാടിപ്പുകഴ്ത്തും. അവന് എന്നെ ഒരു കേടും കൂടാതെ പരിപാലിക്കുന്ന നല്ല ദൈവമാണ്. കാട്ടൊലിവിൻ്റെ ശാഖയായിരുന്ന എന്നെ അവനൊരു നല്ല ഒലിവിനോട് ചേർത്ത് ഒട്ടിച്ച് നല്ല ഫലം നിറവാൻ എന്നെ ആക്കി തീർത്തു. അതുകൊണ്ട് ഞാൻ ദൈവം എനിക്ക് തന്ന ഭാഗ്യത്തെ ഓർത്ത് ദൈവകൃപ അനുഭവിപ്പാൻ ഒരു യോഗ്യതയുമില്ലാതെ വെറും കാട്ടൊലിവായിരുന്ന എന്നെ കർത്താവ് തിരഞ്ഞെടുത്ത് തന്നോട് ചേർത്ത് ഒട്ടിച്ച് ക്രിസ്തീയ ജീവിതം ചെയ്യുവാൻ ആവശ്യമായ എല്ലാ കൃപകളും കർത്താവ് നൽകി മക്കളും അവകാശികളുമാക്കി ആ വലിയ പദവിയെ ഓർത്ത് ഞാൻ എന്നും പാടും എന്നാണ് പാട്ടുകാരൻ പാടുന്നത്. കർത്താവ് ചെയ്ത നന്മകളെ ഓർത്ത് പാടി സ്തുതിപ്പാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വേദഭാഗങ്ങളിൽ ഒരു കനാന്യ സ്ത്രീയെ നമുക്കവിടെ കാണുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. വളരെ സുപരിചിതമായ, നാം പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു വേദഭാഗമാണ്. അവൾ ഒരു പുറജാതിക്കാരത്തെയാണ്, കനാന്യ സ്ത്രീ. ഇസ്രായേൽ പൗരതയോട് സമ്മതമില്ലാത്തവരാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം 11 മുതലുള്ള വേദഭാഗങ്ങളിൽ നാം വായിച്ചാൽ അവിടെ നാം കാണുന്ന, ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു. ജഡത്തിൽ കൈയാലുള്ള പരിശോധനക്കാർ എന്ന പേരുള്ളവരാൽ അഗ്നിചർമ്മികൾ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അതായത് 11-12 വാക്യത്തിൽ, അക്കാലത്ത് നിങ്ങൾ യേശുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സമ്മതമില്ലാത്തവരും വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരും ആയിരുന്നു എന്ന് ഓർത്തുകൊള്ളുകയും. കണ്ടോ,
എല്ലാ വിശ്വാസികളും എല്ലാവരും നാം ഓരോരുത്തരും പുറജാതിയിൽ അന്യജാതിയിൽ ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ലാതെ ആയിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേൽ പൗരത്വത്തോട് യാതൊരു ബന്ധവുമില്ല. ദൈവത്തിന് സ്തോത്രം. അവൾ കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മെപ്പോലെ തന്നെ നാമും കൃപയാലാ ദൈവസ്ഥനത്തിൽ വന്നത്. നമുക്കും യഹൂദന്മാർ ലോകത്ത് 2 വിഭാഗമേ ഉള്ളൂ. ഒന്ന് യഹൂദൻ, മറ്റൊന്ന് ജാതി. യഹൂദൻ ദൈവത്തിൻ്റെ സ്വന്തം ജനം. ബാക്കി ജാതികൾ എല്ലാവരും ജാതികളിൽ നിന്ന് വിശ്വാസമാർഗത്തിൽ വന്നിട്ടുള്ളവരാ. നാമും യഹൂദന്മാരല്ല, ജാതികളാണ്. ഇസ്രായേൽ പൗരത്വത്തോട് യാതൊരു ബന്ധവുമില്ലാതെ വാഗ്ദത്തത്തിൻ്റെ അന്യരായിരുന്നു, വാഗ്ദത്തത്തിൽ നിന്ന് അന്യരായിരുന്നു. അതേ സ്ഥിതിയിലാണ് ഇവിടെ കനാന്യ സ്ത്രീയും. അവൾ പുറജാതിക്കാരിയാണ്, നമ്മെപ്പോലെ തന്നെ. ദൈവത്തിന് സ്തോത്രം. ദൈവകൃപയാണ് അവളുടെ ആവശ്യം. ദൈവകൃപയ്ക്ക് വേണ്ടി അവൾ യാചിക്കുന്നു. നമ്മുടെയും ആവശ്യം അതാണ്, ദൈവകൃപയാണ്. ദൈവത്തിന് സ്തോത്രം. പാപം ചെയ്ത് ദൈവദേശം നഷ്ടപ്പെടുത്തിയവരാണ് നാം. നമുക്ക് ഡിമാൻഡൊന്നുമില്ല, അവകാശങ്ങളൊന്നുമില്ല പറയാൻ. എന്നോട് കരുണ തോന്നണമേ എന്ന് കർത്താവിനോട് അപേക്ഷിക്കുക മാത്രം മതി. ഒരു ഡിമാൻഡും പറയാതെ, യേശുവേ ദാവീദ് പുത്രാ എന്നോട് കരുണ തോന്നണമേ എന്ന് അപേക്ഷിച്ച് നാം കാണുന്നത് പോലെ ദൈവസന്നിധിയിൽ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിച്ചാൽ മതി. ദൈവത്തിന് സ്തോത്രം. നമുക്കൊരു ഡിമാൻഡും ദൈവസന്നിധിയിൽ പറയുവാനില്ല, ഒന്നും പുകഴുവാനില്ല. യഹൂദനല്ല, ദൈവത്തിൻ്റെ സ്വന്തം ജനമല്ല, വെറും പുറജാതിക്കാരാണ്, ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ലാത്തവർ. കരുണ കൊണ്ട് ദൈവം നമ്മോട് മനസ്സലിഞ്ഞെങ്കിലേ ഉള്ളൂ. ഭാഗ്യവശാൽ ഈ കരുണ നമുക്ക് ലഭിക്കുവാനിടയായി. അവൻ നമ്മെ വീണ്ടെടുക്കുവാനിടയായല്ലോ. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കനാന്യസ്ത്രീ, അവളുടെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവൾ എന്തിനാ കർത്താവിൻ്റെ സന്നിധിയിൽ വരുന്നത്? അവളുടെ കുഞ്ഞിനാ അതിന് ഭൂതോപദ്രവം. അത് ചെറിയ രീതിയിലല്ല, കഠിനമായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നും എല്ലാവർക്കും ഉള്ള ഒരു ഉപദ്രവമാണ് ഭൂതോപദ്രവം, പൈശാചിക ഉപദ്രവം. ഭൂതമെന്നാൽ പിശാചാണല്ലോ. ദൈവത്തിന് സ്തോത്രം. എബ്ബേസ് ലേഖനം 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് ആ ഭാഗം. എബ്ബേസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യം. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിക്കും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. 2-ാം വാക്യം. 3-ാം വാക്യം. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായിരുന്നു. ദൈവത്തിന് സ്തോത്രം. 4-ാം വാക്യം. കരുണാസമ്പന്നായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാ സ്നേഹനിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എത്ര മനോഹരമായ വാക്യമാണ്. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. എത്ര വലിയ പദവിയാണ്. ദൈവത്തിന് സ്തോത്രം. എത്ര വലിയ പദവി ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. ഇവിടെ കനാന്യ സ്ത്രീയുടെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായി എന്ന് നാം വായിക്കുന്നു. എല്ലാവർക്കും പിശാചിൻ്റെ ഉപദ്രവം, ഭൂതോപദ്രവമുണ്ട്. അനുസരണക്കേടിൻ്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവ്, ഭൂതം, അതെല്ലാ മനുഷ്യരിലുമുണ്ട്. സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. ദൈവത്തിന് സ്തോത്രം. സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നുവെന്ന് നാം കാണുന്നു. 5-19. ദൈവത്തിന് സ്തോത്രം.
നാം ദൈവത്തിൽ നിന്നുള്ളവരെന്ന് നാം അറിയുന്നു, സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. യോഹന്നാൻ, കർത്താവിൻ്റെ പ്രിയ ശിഷ്യനായ യോഹന്നാൻ്റെ ലേഖനമാണത്. ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷം, അതിൻ്റെ പ്രകാശനം ശോഭിക്കാതെ ഇരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസിയുടെ മനസ്സ് കുരുടാക്കി. 2 കൊരിന്ത്യർ 4:4. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ സുവിശേഷം ശോഭിക്കുവാൻ കഴിയാതെ, അത് പ്രകാശിക്കാതെ, അത് വെളിപ്പെടുവാൻ കഴിയാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസിയുടെ മനസ്സ് കുരുടാക്കി കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. കണ്ടോ, എല്ലാവരും പിശാചിൻ്റെ പിടിയിലാണ്. ഈ ലോകത്തിൻ്റെ ദൈവം പിശാച് അവിശ്വാസിയുടെ മനസ്സ് കുരുടാക്കി. കണ്ടോ, എന്തിനാ? യേശുക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷം കാണാതെ ഇരിക്കുവാൻ, അത് പ്രകാശിക്കാതെ ഇരിക്കുവാൻ. കണ്ടോ, സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ. ദൈവത്തിന് സ്തോത്രം. 2 തിമോഥെയോസ് 2:25 ഈ 2 തിമോഥെയോസ് 2:25 നാം വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. 2 തിമോഥെയോസ് 2-ാം അധ്യായം അതിൻ്റെ 25. വിരോധികൾക്ക് ദൈവം സത്യത്തിൻ്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ എന്നും പിശാചിനാൽ പിടികെട്ട് കുടുങ്ങിയവരാകയാൽ അവർ സുബോധം പ്രാപിച്ച് അവൻ്റെ കെണിയിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുമോ എന്ന് വെച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതുമാകുന്നു. അപ്പോൾ കണ്ടോ, അവർ സുബോധം പ്രാപിച്ച് അവൻ്റെ കെണിയിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യും. പിശാചിൻ്റെ പിടിയിൽപ്പെട്ട് കുഴങ്ങിയവർ. കണ്ടോ, സർവ മനുഷ്യരും ഈ ലോകം ദുഷ്ടൻ്റെ അധീനതയിലാണ്. ദുഷ്ടനാൽ പിടിക്കപ്പെട്ടു, ദുഷ്ടൻ കാഴ്ച നഷ്ടപ്പെടുത്തി. അപ്പോൾ ഈ പുറജാതിക്കാരി, ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ലാത്ത കനാന്യ സ്ത്രീ മാത്രമല്ല, അവളുടെ മകൾ മാത്രമല്ല ഭൂതബാധിതയായിട്ടുള്ളത്. പിന്നെ ആരാ? സകല മനുഷ്യരും, എല്ലാ മനുഷ്യരും, മൂക്കിൽ ശ്വാസമുള്ള സകല മനുഷ്യരും പിശാചിൻ്റെ പിടിയിൽ അകപ്പെട്ടു പോയവരാണ്. ദൈവത്തിന് സ്തോത്രം. അതാണ് നമ്മൾ 3-4 വേദഭാഗത്തിൽ അത് കണ്ടത്. ദൈവത്തിന് സ്തോത്രം. സർവ്വലോകവും പിശാചിൻ്റെ അധീനതയിൽ. എങ്ങനെ സർവ്വലോകവും പിശാചിൻ്റെ അധീനതയിൽ വന്നത്? അത് ആദ്യം ഏദൻ തോട്ടത്തിൽ വെച്ചാൽ സംഭവിച്ചത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഏദൻ തോട്ടത്തിൽ ദൈവത്തോടുള്ള സഹവാസത്തിന് വേണ്ടിയിട്ടാണ്. സ്നേഹവാനായ ദൈവം മനുഷ്യനോടൊന്ന് ഒന്നിച്ച് വെയിലാറുന്ന സന്ദർഭങ്ങളിൽ അവനുമായിട്ട് ഒന്നിച്ച് സംസർഗമുണ്ടായിരുന്നു. എന്നാൽ സാത്താൻ അവനെ തെറ്റിച്ചു. സാത്താൻ അവനെ പല കാര്യങ്ങൾ പറഞ്ഞ് മോഹിപ്പിച്ചു. പാമ്പിൻ്റെ വേഷത്തിൽ. സംഭവം ദൈവവചനത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നല്ലോ. അങ്ങനെ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയി, പിശാചിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. പാപം ചെയ്തുകൊണ്ട് മനുഷ്യൻ മുഴുവനും സർവ്വലോകവും പിശാചിൻ്റെ അടിമത്വത്തിനായി, അവൻ്റെ അവകാശമായി പിശാചിനെ വിറ്റുകളഞ്ഞു. അങ്ങനെയാ സർവ്വലോകം ദുഷ്ടൻ്റെ അധീനതയിലായത്. പിന്നെ ദുഷ്ടൻ പീഡിപ്പിക്കുക, കാഴ്ച നശിപ്പിക്കുക, അവനെ ബോധിച്ചതുപോലെ കൊണ്ടു നടക്കുക. അങ്ങനെ പിശാചിൻ്റെ ദുഷ്ടതയിൽ കനാന്യ സ്ത്രീയും പറയുന്നു, അവളുടെ മകൾ ഭൂതോപദ്രവത്തിലായിരിക്കുന്നു. ഈ പിടിപാടിൽ നിന്ന് മനുഷ്യനെ തൻ്റെ സ്വന്തം പരിശ്രമത്താൽ വിടുതൽ പ്രാപിപ്പാൻ കഴിയുമോ? ഒരിക്കലുമില്ല. വെള്ളത്തിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ചെളിക്കുഴിയിൽ വീണുപോയ ഒരു വ്യക്തിക്ക് സ്വന്തമായി സ്വപരിശ്രമത്താൽ രക്ഷപ്പെടാൻ കഴിയത്തില്ല. ചെളിയിൽ വീണ് കിടക്കുന്ന നാശകരമായ കുഴിയിലോ കുഴിഞ്ഞ ചേറ്റിലോ ഒരു മനുഷ്യൻ വീണ് കഴിഞ്ഞാൽ അവന് തന്നെത്താൻ രക്ഷപ്പെടാൻ കഴിയത്തില്ല. ഒരു മനുഷ്യൻ അവനെ രക്ഷിച്ചെങ്കിലേ ഒക്കെയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അതാ നാശകരമായ കുഴിയിൽ കിടക്കുന്ന മനുഷ്യനെ രക്ഷിക്കുവാൻ ഉയരത്തിൽ നിന്ന് ഒരു കൈ ദൈവം മനുഷ്യനായി തീർന്നു. ഭൂമിയിലേക്കൊരു കൈ സഹായം. ദൈവത്തിന് സ്തോത്രം. അതാണ് യേശു ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. കനാന്യ സ്ത്രീ തൻ്റെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കി.
അവൾക്ക് മനസ്സിലായി തന്നെ സ്വതവേ രക്ഷിക്കുവാൻ തനിക്ക് കഴിയില്ലെന്ന്. ഹെൽപ്ലെസ്സാ. ഈ പാപഭാരം പേറി മനുഷ്യൻ നടന്നാൽ ഒരിക്കലും അവന് രക്ഷപ്പെടാൻ കഴിയില്ല. പിന്നെ അവൻ എന്തു വേണം? കനാന്യ സ്ത്രീയോട് ചോദിച്ച് അവളെന്താ ചെയ്തത്? ദൈവത്തിന് സ്തോത്രം. കനാന്യ സ്ത്രീ തൻ്റെ ഗതികേട്, തൻ്റെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കി. നമ്മുടെ നീതി പ്രവൃത്തികളാലല്ല, തൻ്റെ കരുണപ്രകാരമേ രക്ഷ ലഭിക്കുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ നീതിപ്രകാരം നമുക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയില്ല. പൗലോസ്ലീഹ തീത്തോസിന് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ദൈവത്തിന് സ്തോത്രം, അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവർത്തികളാലല്ല, തൻ്റെ കരുണപ്രകാരമത്രേ രക്ഷിച്ചത്. നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശപ്രകാരം നിത്യജീവൻ്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജ്ഞാന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിൽ മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ടും തന്നെ. കണ്ടോ, നാം ചെയ്ത നീതിപ്രവർത്തികളാലല്ല, അവൻ കരുണപ്രകാരമത്രേ രക്ഷിച്ചത്. കർത്താവിൻ്റെ കരുണപ്രകാരമാ അവൻ നമ്മെ രക്ഷിച്ചത്. ദൈവത്തിന് സ്തോത്രം. എഫേസ്യ ലേഖനത്തിലുമുണ്ട് അതുപോലെ മനോഹരമായ ഒരു വാക്യം. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിലും നമുക്കത് കാണാം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ ആകുന്നു. കണ്ടോ, കനാന്യ സ്ത്രീ ബുദ്ധിമതിയാണ്. അവൾക്ക് മനസ്സിലായി തനിക്ക് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ നീതി പ്രവൃത്തികളല്ല, തൻ്റെ കരുണപ്രകാരമേ രക്ഷ പ്രാപിക്കുവാൻ കഴിയൂ. രക്ഷിക്കുവാൻ കഴിയുന്ന കൃപയുള്ള കർത്താവിൻ്റെ അടുക്കൽ അവൾ അഭയം പ്രാപിച്ചു. അവൾ ബുദ്ധിമതിയാണ്. ദൈവത്തിന് സ്തോത്രം. തൻ്റെ പ്രതിസന്ധിയിൽ നിന്ന് തന്നെ വിടുവിക്കുവാൻ ആർക്ക് കഴിയും? വളരെ കൃത്യമായി അളന്ന് തൂക്കി രക്ഷിപ്പാൻ കഴിവുള്ള ആളിൻ്റെ അടുക്കൽ തന്നെ അവൾ അഭയം തേടി. ദൈവത്തിന് സ്തോത്രം. അതേ, ആ ദൈവകൃപയിൽ തന്നെ അവൾ ആശ്രയിച്ചു. ദൈവത്തിന് സ്തോത്രം. അവൾ എങ്ങനെയാണ് കർത്താവിനെ വിളിക്കുന്നത്? പക്ഷേ അവൾക്കൊരു അറിവുകേട് സംഭവിച്ചു. ദാവീദ് പുത്ര എന്നാണ് അവൾ കർത്താവിനെ സംബോധന ചെയ്തത്. ദൈവത്തിന് സ്തോത്രം. ദാവീദ് പുത്രൻ ഇസ്രായേലുമായി കർത്താവിനുള്ള ബന്ധത്തെയാണ് വെളിപ്പെടുത്തുന്നത്. ഇസ്രായേലുമായുള്ള ബന്ധത്തെയാണ്. കനാന്യ സ്ത്രീക്ക് ദാവീദ് പുത്രൻ എന്നുള്ള വിളി കൊണ്ട് വലിയ ഗുണമൊന്നും വരാനില്ല. അതുകൊണ്ട് അവൾക്കൊരു അറിവേട് പറ്റിയെന്ന് പറഞ്ഞതാ. ദാവീദ് പുത്രൻ ഇസ്രായേൽ, ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ ഓർത്തുകൊള്ളുവിന്, അതാകുന്നു എൻ്റെ സുവിശേഷം. അപ്പോൾ ദാവീദ് പുത്രൻ എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തെയാണ് കാണിക്കുന്നത്. ഇസ്രായേലുമായി കർത്താവിൻ്റെ ബന്ധത്തെയാണ് കാണിക്കുന്നത്. ദാവീദ് പുത്രൻ ഇസ്രായേലിൻ്റെ രാജാവാണ്. ദാവീദ് പുത്രൻ ആരാ? ദാവീദ് പുത്രൻ ഇസ്രായേലിൻ്റെ ഉദ്ധാരകനാ. കനാന്യ സ്ത്രീക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ആ പുറജാതിക്കാരത്തി അവൾക്ക് അതുകൊണ്ട് ഇസ്രായേലുമായിട്ട് ബന്ധമില്ലല്ലോ. അവൾക്ക് അതുകൊണ്ട് പ്രയോജനമില്ല. ദാവീദ് പുത്രനിൽ നിന്നും അവൾക്കൊന്നും കിട്ടാനില്ല. ദാവീദ് പുത്രനിൽ നിന്നും അവളൊന്നും പ്രതീക്ഷിക്കണ്ട. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളെ അന്വേഷിച്ചാണ് ദാവീദ് പുത്രൻ അയക്കപ്പെട്ടിരിക്കുന്നത്. ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കാണ് അവൻ വന്നിരിക്കുന്നത്. അവളുടെ കർത്താവായി അവൾ യേശുവിനെ ആദ്യം അറിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. യേശു അവളുടെ കർത്താവാകണം എന്നവൾ ആദ്യം അറിഞ്ഞില്ല. പിന്നെ അവൾ കേട്ടിട്ടുള്ളത് ദാവീദ് പുത്രൻ എന്നാ. അതാ വിളിച്ചു പറയുന്നത്. എന്തൊരു മണ്ടത്തരമായി പോയി, എന്തൊരു അന്ധത, എന്തൊരറിവുകേട്. ദൈവത്തിന് സ്തോത്രം. ഇന്നും മനുഷ്യർ ഇക്കാര്യത്തിൽ അന്ധബുദ്ധികളും
അജ്ഞാനികളുമാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്നും കർത്താവിനെ വേണ്ടതുപോലെ അറിയുവാൻ മനുഷ്യർക്ക് കഴിയുന്നില്ല. എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ ദൈവത്തിന് സ്തോത്രം, അവർ അന്ധബുദ്ധികളായി ജ്ഞാനം അജ്ഞാനം നിമിത്തം ഹൃദയകാഠിന്യം നിമിത്തം തന്നെ. കണ്ടോ, മന്ദബുദ്ധികൾ അന്ധബുദ്ധികളായിപ്പോയി. രക്ഷിക്കപ്പെടുന്നതിന് മുൻപുള്ള കാലം അജ്ഞതയുടെ കാലമാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവിനെ കണ്ടുമുട്ടുന്നതാണല്ലോ ജ്ഞാനം. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? അവൻ മഠയനാണ്. കാരണം ഏറ്റവും വിലപ്പെട്ടുള്ളത് അവൻ്റെ ആത്മാവാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് പലരും അവൻ്റെ അനേക നന്മകൾ പറയും. അവൻ ഒരുപാട് പണം സമ്പാദിച്ചു, ഒത്തിരി കോടീശ്വരനായിരുന്നു എന്നെല്ലാം പറഞ്ഞ് ഒത്തിരി ദാനധർമ്മങ്ങളൊക്കെ ചെയ്തു, ഒത്തിരിയൊക്കെ പറഞ്ഞ് നമ്മൾ അനുശോചനം പറയാറുണ്ട്. പക്ഷേ ആ മനുഷ്യൻ ബുദ്ധിമാനായിരുന്നോ? അവൻ ബുദ്ധിമാനായിരുന്നെങ്കിൽ എന്തു ചെയ്യും? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സർവ്വലോകത്തെക്കാട്ടിലും വിലയേറിയ അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്താതെ അവൻ്റെ ആത്മാവിനെ സുരക്ഷിതമായി ദൈവസന്നിധിയിൽ എത്തിക്കാൻ വേണ്ടി ജീവനോടെ ഇരിക്കുമ്പോൾ പരിശ്രമിക്കും. അതെങ്ങനെയാണ്? അത് ആത്മാക്കൾക്ക് രക്ഷ കൊടുക്കുവാൻ കഴിയുന്ന ആത്മാക്കളുടെ രക്ഷകനായ മനുഷ്യൻ്റെ വീണ്ടെടുപ്പുകാരനായ കർത്താവിനെ കണ്ടുമുട്ടും. എങ്കിൽ മാത്രമേ നിത്യതയിൽ ദൈവസന്നിധിയിൽ പോകുവാൻ കഴിയുകയുള്ളൂ. കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ ആത്മാവിന് വേണ്ടി സുരക്ഷിതമായി ദൈവസന്നിധിയിൽ പോകുവാൻ, സ്വർഗരാജ്യത്തിൽ പോകുവാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ അവൾ ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പുകാരനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ദൈവത്തിന് സ്തോത്രം. ഇന്നും മനുഷ്യർ അറിവുകേടുപെട്ടവരാ, അന്ധബുദ്ധികളാ, അജ്ഞാനികളാ. ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെടുന്നതിന് മുൻപുള്ള കാലമാണ് അജ്ഞതയുടെ കാലം. ജ്ഞാനമായിട്ടുള്ളവർ കർത്താവിനെ കണ്ടുമുട്ടും. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുന്ന, ബുദ്ധിമാൻ്റെ ജീവയാത്ര മേലോട്ടാകുന്നു, കീഴെയുള്ള പാതാളത്തെ അവൻ ഒഴിഞ്ഞു പോകുന്നെന്ന് ദൈവവചനത്തിൽ നാം കാണുന്നു. ദൈവത്തിന് സ്തോത്രം. 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ നാം എന്താണ് കാണുന്നത്? ദൈവത്തിന് സ്തോത്രം. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരായിരിപ്പിന്. അജ്ഞാതമായ ഒരു കാലമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അജ്ഞതയുടെ കാലം, അറിയാൻ പാടില്ലാത്ത കാലം, അറിവുകേടിൻ്റെ കാലം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അറിവിൻ്റെ കാലം എപ്പോഴാണ്? അറിവിൻ്റെ കാലം ജീവനാഥനെ കണ്ടുമുട്ടുന്ന കാലമാണ്. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അജ്ഞാത ദേവന് എന്നെഴുത്തുള്ള ഒരു വേദിക്കല്ല് കണ്ടു. എന്നാൽ നിങ്ങൾ അറിയാതെ പൂജിക്കുന്നത് പോലെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു, ലോകവും അതിലുള്ളതൊക്കെ ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായതുകൊണ്ട് അവൻ കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. അജ്ഞത. അപ്പോസ്തല പ്രവൃത്തിയിൽ ആ മനുഷ്യൻ്റെ അജ്ഞതയെക്കുറിച്ച് ശ്ലീഹ എടുത്ത് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അജ്ഞതയുടെ ഒരു കാലമുണ്ട്. ദൈവത്തിന് സ്തോത്രം. 17:23 നാം അതാ വായിച്ചത്. അജ്ഞാത ദേവൻ. ദൈവത്തിന് സ്തോത്രം. നാം സത്യദൈവത്തെ അറിയണം. അതാണ് ജ്ഞാനം.
നിത്യജീവന് വേണ്ടി ഒരുങ്ങണം. അതാണ് ബുദ്ധി. ഈ പുറജാതിക്കാരി കനാന്യ സ്ത്രീ അവൾ ബുദ്ധികെട്ടവളാണെന്ന് നാം കണ്ടല്ലോ. അവൾ ബുദ്ധികെട്ടതായത് എങ്ങനെയാണ്? അത് യേശുവെ ദാവീദ് പുത്ര എന്നാണ് വിളിക്കുന്നത്. ദാവീദ് പുത്ര എന്ന് വിളിച്ചാൽ എന്താണ് തെറ്റ്? ദാവീദ് പുത്രൻ എന്ന് പറയുമ്പോൾ അത് യഹൂദന്മാരുടെ മാത്രമാണ്. യഹൂദന്മാരെ തേടിയാണ് കർത്താവ് വന്നത്. അതുകൊണ്ട് ആ പേരിൽ വിളിച്ചിട്ട് പ്രയോജനമില്ല. ദൈവത്തിന് സ്തോത്രം. ദാവീദ് പുത്രനാണെങ്കിൽ അതിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാനില്ല. ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളുടെ അടുത്തേക്കാണ് ദാവീദ് പുത്രൻ അയക്കപ്പെട്ടത്. അവളുടെ കർത്താവും രക്ഷിതാവുമായി അവൾ യേശുവിനെ കാണുന്നില്ല. അവളുടെ കർത്താവും രക്ഷിതാവുമായി യേശുവിനെ അവൾ സ്വീകരിക്കുന്നുമില്ല. അവൾ ആദ്യം അത് അറിഞ്ഞില്ല. അങ്ങനെ ആദ്യം അറിയണമായിരുന്നു, അറിഞ്ഞിട്ട് പ്രാർത്ഥിക്കണമായിരുന്നു. അതെന്തൊരു അന്ധതയാണ്, എന്തൊരു അജ്ഞതയാണ്. ഇന്നും മനുഷ്യരങ്ങനെയാണല്ലോ. പല കാര്യങ്ങളും അവൾ അറിയുന്നില്ല. ഇന്ന് പല കാര്യങ്ങളും മനുഷ്യരെ അറിയുന്നില്ല. ദൈവത്തെ ദൈവമെന്ന് അറിയുന്നില്ല. എന്നിട്ട് നാം അവിടെ വായിക്കുന്ന മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ വായിക്കുന്നത്, അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല എന്നാ. അവളുടെ അറിവുകേട് അവളെ ബോധ്യപ്പെടുത്താൻ കർത്താവ് പരിശ്രമിക്കുക, മിണ്ടാതെ ഇരുന്ന്. അവൾ പിന്നാലെ വീണ്ടും നിലവിളിച്ചുകൊണ്ട് ചെന്നു. അവൾ ശാന്തമായിരുന്നില്ല. യേശുവിൻ്റെ മൗനത്തിൽ അവൾ നിരാശപ്പെട്ടില്ല. ഈ മനുഷ്യൻ മിണ്ടാതെ ഇരിക്കുന്നെന്നാൽ തിരിച്ചു പോകാമെന്ന് വിചാരിച്ച് നിരാശപ്പെട്ടില്ല. അവൾ പിന്മാറിയുമില്ല. അവളിലുള്ള വിശ്വാസം വലുതെന്ന് അവൾ തെളിയിച്ചു കൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് മൗനമായിരിക്കുമ്പോഴും മറുപടി പറയുമ്പോഴും അവൻ്റെ പിന്നാലെ ചെല്ലുക, അതാണ് വിശ്വാസം. ദൈവത്തിന് സ്തോത്രം. കർത്താവിൽ നിന്ന് ഉടനെ മറുപടി കിട്ടിയില്ലെങ്കിലും അവൻ്റെ പിന്നാലെ ചെല്ലുന്നത് എന്തുകൊണ്ടാണ്? അവനിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ്. കർത്താവ് അത്ഭുതപ്പെട്ടു. അവളുടെ വിശ്വാസം വലിയതായിരുന്നു. ദൈവത്തിന് സ്തോത്രം. വിശ്വാസത്തോടെ കർത്താവിനെ അവൾ പിൻപറ്റി. ദൈവത്തിന് സ്തോത്രം. ശരിയായ വിശ്വാസം നമുക്കുണ്ടാകട്ടെ. അവൾ കർത്താവിനെ സ്വന്തമായി സ്വീകരിച്ചിട്ട് പ്രാർത്ഥിച്ചില്ല. അതുകൊണ്ടാണ് കർത്താവ് വീണ്ടും അവളുടെ വിശ്വാസം പരീക്ഷിക്കുവാനിടയായത്. പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ വിശ്വാസം വലിയതായിരിക്കാൻ ഞങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ നിൻ്റെ അടുക്കിലേക്ക് വരുവാൻ അടിയങ്ങൾക്ക് കൃപ ചെയ്യണമേ. കനാന്യ സ്ത്രീ, അവളുടെ വിശ്വാസം വലിയതായിരുന്നു. പ്രതികൂലത്തിൻ്റെ നടുവിലും കർത്താവെ അവൾ ധൈര്യത്തോടെ അവിശ്വസിക്കാതെ നിന്നെ പിൻപറ്റി. നീ കർത്താവ് മൗനമായിട്ടിരുന്നിട്ടും അവൾ വിശ്വാസത്തോടെ നിന്നെ പിൻപറ്റിയല്ലോ. ഒരിക്കലും അടിപതറാത്ത വിശ്വാസികളായി തീരുവാൻ കൃപ ചെയ്താട്ടെ. ഒരിക്കലും പിന്മാറുവാൻ ഇടയാകല്ലേ. നിൻ്റെ ജനത്തെ എല്ലാം സമർപ്പിക്കുന്നു. പ്രയാസങ്ങളുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ പതറിപ്പോകാതെ കനാന്യ സ്ത്രീയെ പോലെ ഒരു പ്രാർത്ഥനയ്ക്കും ആദ്യം മറുപടി ലഭിച്ചില്ലെങ്കിലും വീണ്ടും അടിപതറാതെ ധൈര്യത്തോടെ പിൻപറ്റുവാൻ കൃപ ചെയ്താട്ടെ. ജനത്തെ എല്ലാം സമർപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം വിവിധ വിഷയങ്ങളിലായിരിക്കുന്നല്ലോ. കർത്താവ് സൗഖ്യമാക്കണം, മറുപടി നൽകണം, ക്ഷീണം മാറ്റണം, ശക്തീകരിക്കണം, വിടുതലയക്കണം. എല്ലാ വിഷയങ്ങൾക്കും ഇന്ന് പ്രഭാതത്തിൽ മറുപടി നൽകട്ടെ. അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.